بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് ആദ്യമായി ആമുഖമായി ദുആ ചെയ്യുകയാണ്. പ്രപഞ്ചം പടച്ച അന്ന് സമയ സംവിധാനത്തെ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. പരിശുദ്ധമായ ഖുർആൻ വളരെ കൃത്യമായി അത് പറയുന്നുണ്ട്. ഒരു വർഷം 12 മാസം എന്ന കണക്കിൽ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല കാലത്തെ നിർണയിച്ചപ്പോൾ അതോടൊപ്പം തന്നെ 12 മാസത്തിൽ 4 മാസം പവിത്രമാണെന്ന് അവൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. പ്രഖ്യാപിത പവിത്രതയുള്ള ആ 4 മാസങ്ങൾ യഥാക്രമം ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ് എന്നിങ്ങനെയാണ്. നാം നിലകൊള്ളുന്ന മുഹറം മാസം അങ്ങനെ ഒരു സമയം ആണ് എന്ന ബോധം നമുക്ക് നിരന്തരം ഉണ്ടാകേണ്ടതുണ്ട്. എന്തുകൊണ്ടെന്നാൽ ആ സമയത്തിന്റെ പവിത്രതയെ മാനിക്കൽ നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ചരിത്രത്തിന്റെ ഇന്നലകളിൽ നിരവധി സംഭവങ്ങൾക്ക് സാക്ഷിയായ മുഹറത്തെ ഓർക്കുമ്പോൾ ചരിത്രത്തിന്റെ പുനർവായനയിൽ മഹാന്മാരായ അള്ളാഹുവിന്റെ അമ്പിയാക്കളെയും അവരുടെ ത്യാഗങ്ങളെയും ഓർക്കുക എന്നതും സംഭവിക്കുന്നുണ്ട്. അതുവഴി ഈമാനികമായ ഒരു ആവേശവും പ്രേരണയും പ്രചോദനവും നമുക്ക് ഉണ്ടാകുന്നുണ്ട്. അള്ളാഹുവിന്റെ ഖുർആൻ മുഹറം പവിത്രമാണെന്ന് പറയാൻ ഉപയോഗിച്ചിരിക്കുന്ന പ്രയോഗം മിൻഹാ അർബഅത്തുൻ ഹുറും എന്നാണ്. 12 മാസങ്ങളിലെ 4 പവിത്രം, ഹുറും എന്ന പ്രയോഗം. ഹുറും എന്നതിലുള്ള ഹാഉം റാഉം മീമും സമന്വയിക്കപ്പെട്ട ഒരു പേര് തന്നെയായി മുഹറം എന്ന് ആ വാക്ക് നിഷ്പന്നമായി വരുമ്പോൾ നാം ആലോചിക്കേണ്ടത്, നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ പ്രഖ്യാപനത്തിന്റെ എല്ലാ അന്തസത്തയും അതിന്റെ എല്ലാ ഭാഗങ്ങളും സ്പർശിതമായിട്ടുള്ള ഒരു സമയത്ത് നിലകൊള്ളുന്നു എന്നുള്ളതാണ്. സമീപകാലത്ത് ഷിയ ആശയങ്ങളുടെ പലതും ഇസ്ലാമിക സംസ്കാരത്തിലേക്ക് ചേർക്കപ്പെട്ടോടുത്ത സാധാരണക്കാരനെ വട്ടം ചുറ്റിച്ച ചില ചിന്തകളാണ് മുഹറം വന്നാ ഒന്നിനും പറ്റൂല, മുഹറം കഴിയട്ടെ എന്ന്. സമീപകാലത്തെ ആ ചിന്താഗതി ഏറെ തെറ്റിദ്ധാരണകൾ നിലനിർത്തിക്കൊണ്ടുപോകുന്ന, ഇപ്പോഴും ആ ഒരു ചിന്തയിലൂടെ ആളുകൾ ഭയന്നു പോകുന്ന ഒരവസ്ഥ നാം കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ മുഹറത്തെ മാറ്റി നിർത്തിയതല്ല. ഒരു സാധാരണക്കാരൻ ഒരു കല്യാണം നടത്താൻ റമദാനിനെ ഉപയോഗപ്പെടുത്താറില്ല. എന്തുകൊണ്ട്? റമദാനിൽ ഒരു ഭക്ഷണ സൽക്കാരത്തെ നമുക്ക് പ്രായോഗികമാക്കുക എന്നത് കല്യാണം പോലെയുള്ള കാര്യങ്ങളിൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് റമദാൻ മോശമാണ് എന്നുള്ളതിനർത്ഥം. ആ ഒരു സൗകര്യത്താൽ റമദാൻ കഴിയട്ടെ എന്ന് കല്യാണങ്ങൾക്ക് നാം ചിന്തിച്ച പോലെ പഴയ കാലത്ത് മുഹറം പരിപൂർണമായും നോമ്പെടുക്കുന്ന ധാരാളം മോമിനീങ്ങൾ ഉണ്ടായിരുന്നു. അവർക്ക് വന്നൊരു ഫംഗ്ഷന് വന്ന് ഭക്ഷണം കഴിക്കാനുള്ള പ്രയാസത്തെ കണക്കിലെടുത്ത് മുഹറം അങ്ങോട്ട് കഴിയട്ടെ എന്ന് ഭക്ഷണ സൽക്കാരങ്ങളുള്ള പരിപാടികൾ പതുക്കെ ഒന്ന് പിന്തിപ്പിച്ചതിനെ സമൂഹം വിവരമില്ലാതെ തെറ്റിദ്ധരിച്ചു പോയി മുഹറം ഒന്നിനും പറ്റില്ല എന്ന ചിന്തയിലേക്ക്. ഈ ഒരു സൗകര്യം എന്തുകൊണ്ടാണ് പഴയ കാലത്തെ ആളുകള് മുഹറം മാസത്തെ പരിപൂർണമായും അല്ലെങ്കിൽ ഭാഗികമായും ഒക്കെ നോമ്പെടുക്കാൻ തയ്യാറായത്? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് റമദാൻ കഴിഞ്ഞാൽ പിന്നെ നോമ്പ് ഏറ്റവും ശ്രേഷ്ഠമായത് പുണ്യ മുഹറമിൽ എന്നാണ്. അങ്ങനെയെങ്കിൽ ആ മാസത്തെ നോമ്പ് കൊണ്ട് ധന്യമാക്കാൻ പൂർവീകർക്കുണ്ടായ ആത്മീയമായ ആവേശം അതെന്തെന്ന് മറക്കുകയും ആ ഭക്ഷണ സൽക്കാരങ്ങളെ മാറ്റിവെച്ചതിനെ മാത്രം ചിന്തിക്കുകയും അതിൽ നാം കണ്ട ന്യായം മുഹറം ഒന്നിനും പറ്റാത്തത് കൊണ്ടാണ് എല്ലാ പരിപാടികളും മാറ്റിവെച്ചത് എന്ന ഉത്തരം പറയുകയും ഒക്കെ ചെയ്തപ്പോൾ പിന്നീട് വന്നവർ അത് ഏറ്റുപാടിയതാണ്. അല്ലാതെ മുഹറമിന് പ്രശ്നമല്ല. ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും ആദരണീയമാണ്, പവിത്രമാണ് എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കപ്പെട്ട മാസമാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ഞാൻ പറയാം. عن نبي هريرة رضي الله عنه قال النبي صلى الله عليه وسلم
അഫ്ളലുസ് സിയാമി ബഅദ റമളാൻ ശഹ്റുല്ലാഹിൽ മുഹറം. റമളാൻ കഴിഞ്ഞാൽ നോമ്പെടുക്കാൻ ഏറ്റവും ഉത്കൃഷ്ടമായ സമയം എന്നത് ഷഹ്റുള്ളയാണ്. അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞിരിക്കുക ഷഹ്റുള്ള, അള്ളാഹുവിന്റെ മാസം. അള്ളാഹുവിലേക്ക് ചേർത്തി പറയപ്പെടുന്നതിന് ശ്രേഷ്ഠത നിരവധി ഉണ്ട് എന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ, മുഹദ്ദിസുകൾ പറഞ്ഞിട്ടുണ്ട്. തഫ്സീർ ഇബ്നു കസീർ സൂറത്തുൽ ഇസ്രാഇന്റെ മുഖവുരയിൽ തന്നെ പറയുന്നുണ്ട്, സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി, ബിഅബ്ദിഹി എന്ന പ്രയോഗത്തിൽ അള്ളാഹുവിന്റെ അടിമ എന്ന് പറഞ്ഞ് മുഹമ്മദ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയോടത്ത് ഇബ്നു കസീർ പറയുന്നുണ്ട് അള്ളാഹുവിലേക്ക് ചേർക്കപ്പെടുന്നതിന്റെ ശ്രേഷ്ഠതകൾ. എങ്കിൽ ഷഹ്റുല്ലാഹ്, അള്ളാഹുവിന്റെ മാസം എന്ന് മുഹറമിനെ കുറിച്ച് അള്ളാഹുവിലേക്ക് ചേർത്തിയിട്ട് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കാം. അപ്പൊ അതിന്റെ ശ്രേഷ്ഠതകൾ അനവധി നിരവധിയാണ്. നേരത്തെ പറഞ്ഞതിനൊക്കെ പുറമെയാണ് ഭാഷാപരമായ ഈ ചിന്തയിൽ, ഈ പ്രയോഗത്തിൽ നമുക്ക് മുഹറമിന്റെ ശ്രേഷ്ഠതയിൽ ഇനിയും കൂടുതൽ അറിയാനുള്ളത്. മുഹറമാണ് റമദാൻ കഴിഞ്ഞാൽ നോമ്പെടുക്കാൻ ഏറ്റവും ഉത്കൃഷ്ടം എന്ന് പറയുന്നിടത്ത് ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ശറഹ് മുസ്ലിമിൽ ഇമാം നബവി രേഖപ്പെടുത്തുന്ന ഫിഖ്ഹിന്റെ ഒരു തത്വമുണ്ട്, തസ്രീഹും ബി അന്നഹു അഫ്ളലു ശുഹൂരി ലിസ്സൗം. നോമ്പിന് ഏറ്റവും ശ്രേഷ്ഠത ഉണ്ടെന്ന് വെറുതെ ആലങ്കാരികമായി പ്രയോഗിച്ചതല്ല, അത് കൃത്യം തന്നെയാണ്. അത് തന്നെയാണ് ശർഇന്റെ നിലപാട്. ഹദീസ് അങ്ങനെയാണ് സൂചിപ്പിച്ചത് എന്ന് മഹാനായ ഇമാം നബവി സൂചിപ്പിക്കുന്നതായി കാണാം. മുസ്ലിം സമുദായത്തിന് ധാരാളം നേട്ടങ്ങൾ ഉണ്ടായി എന്ന് നമ്മൾ പറഞ്ഞു. ആ ധാരാളം നേട്ടങ്ങൾ എന്നത് പരിമിതമായ ഒരു ചരിത്രത്തിന്റെ കാലഘട്ടത്തിലല്ല. ആ ധാരാളം നേട്ടങ്ങൾ മനുഷ്യർ ഉണ്ടായി നവോത്ഥാനങ്ങളുടെ സമാരംഭം എന്ന് തുടങ്ങിയോ അന്നു മുതൽക്ക്, അല്ലെങ്കിൽ മനുഷ്യവർഗത്തിന്റെ തുടക്കത്തിൽ സയ്യിദുനാ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സുവർണ കാലഘട്ടങ്ങൾ, അവിടെ മുതൽക്കേ അതിനപ്പുറത്തും പ്രപഞ്ചം പടച്ച അന്നു മുതൽ മുഹറം പവിത്രം എന്ന് പറഞ്ഞിട്ടുണ്ട്. ചരിത്രത്തിൽ നിരവധി സംഭവങ്ങൾക്ക് സാക്ഷിയാവാൻ മുഹറത്തിന് കഴിഞ്ഞിട്ടുണ്ട്. മഹാനായ സയ്യിദുൽ ബഖരി ഫിഖ്ഹിന്റെ നിലപാടുകൾ മുഹറവുമായി ബന്ധപ്പെട്ട് അവതരിപ്പിക്കുന്നിടത്ത് ധാരാളം വാചാലമാകുന്നത് നമുക്ക് അദ്ദേഹത്തിന്റെ ഇആനത്ത് ത്വാലിബീനിൽ കാണാൻ കഴിയും. ധാരാളം ഫുഖഹാ സംബന്ധമായിട്ട് വേറെയും പറയുന്നുണ്ട്. ഹ്രസ്വമായ സമയത്ത് നമുക്ക് പരിമിതമായി അതൊന്ന് പറയാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരു ഹദീസ് പറയുന്നുണ്ട്, അൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾക്ക് പറഞ്ഞു കൊടുക്കാണ്, ഇന്നല്ലാഹ അസ്സ വജല്ല ഇഫ്തറദ അലാ ബനി ഇസ്രായീല സൗമ യൗം ഫിസ്സന. പൂർവികരായ ഇസ്രായേലി സമൂഹത്തിന് കൊല്ലത്തിൽ ഒരു നോമ്പ് അള്ളാഹു ഫറളാക്കിയിട്ടുണ്ട്. ഇസ്രായേലി സമൂഹത്തിന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇസ്രായേലി സമൂഹത്തിന് കൊല്ലത്തിൽ ഒരു നോമ്പ് അള്ളാഹു ഫറളാക്കിയിരുന്നു. ഹുവ യൗമ ആശുറ, അത് മുഹറം 10 അന്നത്തെ നോമ്പായിരുന്നു അത്രേ. വഹുവൽ യൗമുൽ ആശിറു മിനൽ മുഹറം. ഇസ്രായേലികൾക്ക് അത് ഒരു നോമ്പ്, കൊല്ലത്തിൽ ഒരു നോമ്പ് ഫറളായിരുന്നു. അത് ആശുറന്റെ നോമ്പാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം അത് നമുക്ക് ശക്തമായ സുന്നത്ത് എന്നതോടൊപ്പം തന്നെ ഇസ്രായേലികളോട് ആരാധനയിൽ സാദൃശ്യത ഒഴിവാക്കാൻ വേണ്ടി മുഹറം 9 കേട്ടുവെച്ചോളൂ, മുഹറം 9 മുഹറം 10 11 നോമ്പ് സുന്നത്താണ്. 9 പിടിക്കാൻ പറ്റാത്ത ആൾക്ക് 11 പിടിച്ചാലും മതി എന്ന് ഫിഖ്ഹിൽ കൃത്യമായ നിലപാട് ഉണ്ട്. മുഹറം 9 പിടിച്ചാലും 11 പിടിക്കാം എന്നും നിലപാടുണ്ട്. ഇആനത്ത് താലിബീൻ വളരെ കൃത്യമായി തന്നെ അത് പറയുന്നുണ്ട്. അത് യഹൂദി സഹോദരന്മാരോടുള്ള ആരാധനയുടെ സാമ്യത ഒഴിവാക്കാൻ വേണ്ടി പ്രത്യേകം ഹദീസിൽ നിർദ്ദേശം ഉള്ളതനുസരിച്ച് മുഹറം 9, 10, 11 നോമ്പ് സുന്നത്താണ്. അതുകൊണ്ട് ആ 3 ദിവസങ്ങളെ പരിഗണിച്ചേ പറ്റൂ. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ലഇൻ ബഖീതു ഇലാ ഖാബിലിൽ അസൂമന്ന താസിഅ, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരുന്നാൽ മുഹറം 9 നോമ്പെടുക്കുന്ന പറഞ്ഞത്. ജീവിച്ചിരുന്നില്ല, നോമ്പെടുത്തതുമില്ല, എടുക്കണം എന്ന പ്രഖ്യാപനം അതിലുണ്ട്. അത് ആ വിയോജിപ്പിനെ സൂചിപ്പിച്ചതാണെന്ന് മഹാന്മാരായ ഫുഖഹാ വളരെ കൃത്യമായി തന്നെ പറയുന്നു. ഏതായാലും സ്വഹാബത്തിനോട് പറഞ്ഞു, ഫസ്സൂമൂ, മുഹറം 10 വന്നാൽ നിങ്ങൾ നോമ്പെടുക്കണം. വവസ്സിഉ അലാ ഇയാലികും ഫീ, മുഹറം 10 വന്നാൽ അന്ന് കുടുംബത്തിന് വിശാലത ചെയ്യണേ, കുടുംബത്തോട് വിശാലമായി പെരുമാറണേ. എങ്ങനെയാ വിശാലത? സ്നേഹത്തിന്റെ വിശാലത, സാമ്പത്തികമായി ചെലവ് ചെയ്യുന്നതിന്റെ വിശാലത, ഭക്ഷണത്തിന്റെ വിശാലത,
നല്ല സംസാരത്തിന്റെ വിശാലത, പുഞ്ചിരിയുടെ വിശാലത. എത്ര തിരക്ക് പിടിച്ചാലും മുഹറമിന്റെ 10ാമത്തെ ദിവസം കുടുംബത്തോടൊപ്പം അവരോടൊപ്പം സമയം ചെലവ് ചെയ്തുള്ള വിശാലത ചെയ്യണേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി മൻ വസ്സഅ ഫീഹി അലാ ഇയാലിഹി വഅഹ്ലിഹി മിൻ വാലിഹി. ആരെങ്കിലും കുടുംബത്തിന് വിശാലത ചെയ്താൽ വസ്സഅല്ലാഹു അലൈഹി സായിറ സനത്തി, ആ ഒരു കൊല്ലം അള്ളാഹു അവന്റെ കാര്യങ്ങളിൽ വിശാലത നൽകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മുഹറം 10 കുടുംബത്തോടുകൂടെ നല്ലൊരു ഭക്ഷണം. മുഹറം 10 വേണ്ടിയിട്ട് കാത്തിരുന്ന സ്വാലിഹീങ്ങളുണ്ട്. എന്തിനാ? ഒരു കൊല്ലത്തെ ബറക്കത്തിന് വേണ്ടിയിട്ട് അന്നത്തെ ദിവസത്തെ പ്രതീക്ഷിച്ചിരുന്ന മഹാന്മാരുണ്ടായിരുന്നു. വീണ്ടും ഹദീസിൽ, അതേ ഹദീസിൽ തന്നെ റസൂലുള്ളാഹി പറഞ്ഞു, ഫസ്സൂമൂ, അന്നത്തെ ദിവസം നിങ്ങൾ നോമ്പുകാരാവണേ. ഫഇന്നഹുൽ യൗമുൽ ലദീ താബല്ലാഹു ഫീഹി അലാ ആദമ അലൈഹിസ്സലാം. മഹാനായ ആദം നബി അലൈഹിസ്സലാമിന് അല്ലാഹു തൗബയുടെ പദവി കൊടുത്ത ദിവസമാണ് എന്ന്. മഹാനവറുകൾക്ക് സുഫി എന്ന പദവിയിലേക്ക് അല്ലാഹു കയറ്റം കൊടുത്ത ദിവസമാ മുഹറം 10. വറഫഅ ഫീഹി ഇദ്രീസ് അലൈഹിസ്സലാം മകാനൻ അലിയ. ആകാശത്തിന്റെ വർണ്ണശബളമായ സീമകളിൽ മഹാനായ ഇദ്രീസ് നബിക്ക് അല്ലാഹു കയറ്റം കൊടുത്തു എന്ന് ഹദീസിൽ കാണാമല്ലോ. ഇദ്രീസ് നബി മലക്കിന്റെ ചിറകിൽ കയറി പറന്നു പോയത് മുഹറം 10. മാത്രവുമല്ല, മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലെ സമാനതകളില്ലാത്ത ജലപ്രളയത്തില് ആ ജൂദി എന്ന പർവ്വതത്തിന്റെ മുകളിലേക്ക് നൂഹ് നബിയുടെ കപ്പൽ നങ്കൂരമിടാനായി അള്ളാഹു നിശ്ചയിച്ച ദിവസമുണ്ടല്ലോ. 6 മാസം ഈ പ്രകൃതിയിൽ നിറഞ്ഞു നിന്ന വെള്ളപ്പൊക്കത്തിൽ പർവ്വതം പോലെ മൗജുൻ കൽ ജിബാൽ, പർവ്വതം പോലെയായിരുന്നു അന്നത്തെ തിരമാലകൾ എന്ന് ഖുർആൻ പറഞ്ഞു. ആകാശത്തിന്റെ ചുവട്ടിൽ ജൂദിന്റെ ഒരു തരിമ്പ് മാത്രം ഉയർന്നു നിൽക്കുന്നോടത്ത് കപ്പൽ സഞ്ചരിച്ചെത്താൻ 6 മാസം യാത്ര ചെയ്യേണ്ടി വന്നു. ആ 6 മാസം പൂർണ്ണമായി നങ്കൂരമിടാൻ അല്ലാഹു നിശ്ചയിച്ച ദിവസം അത് മുഹറം 10 സയ്യിദുനാ റസൂലുള്ളാഹി വനജാ ഫീഹി ഇബ്രാഹീം അലൈഹിസ്സലാം മിനന്നാർ. നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ നിന്നും ഇബ്രാഹിം നബി പുറത്തു വന്നത് മുഹറം 10. വഅൻസലല്ലാഹു ഫീഹി തൗറാത്ത അലാ മൂസാ. മൂസാ നബിക്ക് അല്ലാഹു തൗറാത്ത് കൊടുത്തത് മുഹറം 10. വഅഖറജ ഫീഹി യൂസുഫ് അലൈഹിസ്സലാം മിനസ് സിജ്നി. കാരാഗ്രഹത്തിന്റെ കന്മതിലുകൾക്കിടയിൽ നിന്നും ജീവിതത്തിന്റെ ഹരിതാപ കാലഘട്ടത്തിലേക്ക് യൂസുഫ് നബിക്ക് അല്ലാഹു വെളിച്ചം കൊടുത്തത് മുഹറം 10. വവറദ ഫീഹി അലാ യഅഖൂബ ബസ്റഹു. പൊന്നുമോന്റെ വേർപാടിൽ കരഞ്ഞു കലങ്ങിയ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയ യഅഖൂബ് നബിക്ക് അല്ലാഹു കാഴ്ച തിരിച്ചു കൊടുത്തത് മുഹറം 10. വഫീഹി കശഫൽ അൻ അയ്യൂബ. 18 വർഷക്കാലത്തോളം ആരാലും അകറ്റപ്പെട്ട രീതിയിൽ മഹാനായ അയ്യൂബ് നബിയുടെ വ്രണത്തിന്റെ രോഗം, ആ മരണകാരണമെന്ന് പറയാൻ പറ്റും പോലെ മാരകമായ ഒരു രോഗത്തിന്റെ പരീക്ഷണ കെടുതിയിൽ നിന്നും അയ്യൂബ് നബി പരിപൂർണമായി മോചിതനായത് മുഹറം 10. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നും പുറത്തു വന്നത് മുഹറം 10. വഫീഹി ഫലഖൽ ബഹറ ലിബനി ഇസ്രായീൽ. ഫറോവയുടെ പട്ടാള കിങ്കരന്മാരിൽ നിന്നും മൂസാ നബിയെയും ഇസ്രായേലി സമൂഹത്തെയും അല്ലാഹു ചെങ്കടലിന്റെ വിരിപ്പിലൂടെ നടത്തിക്കൊണ്ടുപോയി തിരമാലകളെ കീറി മുറിച്ചത് അതൊരു മുഹറം 10. വഫീഹി ഗഫറ ലിദാവൂദ ലിദംബിഹി. മഹാനായ ദാവൂദ് നബിയുടെ ദുഃഖപ്രകടനങ്ങൾക്കും ഖേദപ്രകടനങ്ങൾക്കും അല്ലാഹു ഖബൂലിയത്ത് നൽകിയത് മുഹറം 10. വഫീഹി അഅതല്ലാഹുൽ മുൽക ലിസുലൈമാൻ. മഹാനായ സുലൈമാൻ നബിക്ക് അല്ലാഹു അധികാരത്തിന്റെ സോപാനങ്ങളിലേക്കുള്ളതായ ഔദ്യോഗിക പദവി നൽകിയത് മുഹറം 10. വഫീ ഹാദൽ യൗമി ഗഫറ ലി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖറ. കഴിഞ്ഞ കാലത്തെയും വരാനിരിക്കുന്ന കാലത്തെയും പാപം പൊറുത്താൽ ഏതൊരു പദവിയാണോ ആ പദവി അല്ലാഹുവിന്റെ ഹബീബിന് അല്ലാഹു സമ്മാനിച്ചതൊരു മുഹറം 10.
വഹുവ അവ്വലു യൗമിൻ ഖലഖല്ലാഹു ഫീഹി ദുനിയാ, ദുനിയാവ് പടച്ചു തുടങ്ങിയ ആദ്യത്തെ ദിവസം മുഹറം 10. വ അവ്വലു യൗമിൻ നസല ഫീഹിൽ മത്റു മിനസ് സമാഇ യൗമ അശൂറാ, ഈ ഭൂമിയിലേക്ക് ആദ്യത്തെ മഴ പെയ്തിറങ്ങിയത് മുഹറം 10. വ അവ്വലു റഹ്മത്തിൻ നസലത് ഇലൽ അർളി യൗമ അശൂറാ, ആദ്യമായി അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ ഇടപെടൽ ഈ ഭൂമിയിൽ ഉണ്ടായത് ഒരു മുഹറം 10. ഫമൻ സാമ യൗമ അശൂറാ, ആരെങ്കിലും മുഹറം 10 നോമ്പെടുത്താൽ ഫകഅന്നമാ സാമദ് ദഹ്റ കുല്ലാ, ഒരു കൊല്ലത്തെ നോമ്പിന്റെ കൂലിയാ, ഒരു കൊല്ലത്തെ നോമ്പിന്റെ കൂലിയാ. ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചല്ലോ, മുഹറം 10 ഒരു നോമ്പ് കൊണ്ട് കഴിഞ്ഞ ഒരു വർഷത്തെ പാപം പൊറുക്കാൻ അല്ലാഹു പരിഗണിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എത്ര ശ്രേഷ്ഠതകളാ ഇങ്ങനെ പറഞ്ഞു പോന്ന നമുക്ക് കാണാനുള്ളത്. അള്ളാഹു വലിയ വലിയ സൃഷ്ടിപ്പുകൾ നടത്തി അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അത് അറിയിക്കുകയും ആ പകലിനെയും രാവിനെയും ആരാധനകൾ കൊണ്ടും ദുആകൾ കൊണ്ടും ധന്യമാക്കിയാൽ അത് വലിയ നേട്ടമാണെന്ന് പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തു. ഒരുപാട് കാര്യങ്ങൾ ഇനി എത്രയാ പറയാനുള്ളത്. മുഹറം 10 ഒരു യതീമിന്റെ മൂർധാവിലൂടെ കൈയൊന്ന് തലോടിയാൽ എത്ര വലിയ പ്രതിഫല കിട്ടാ. മുഹറം 10 യതീമിന് എന്തെങ്കിലും ഹദിയ സ്വതക്ക കൊടുത്താൽ എത്രയാ ശ്രേഷ്ഠത. നമ്മൾ യതീമിനെ പ്രത്യേകം പരിഗണിക്കേണ്ട, കുടുംബ ബന്ധങ്ങളെ പ്രത്യേകം പരിഗണിക്കേണ്ട. തറവാട്ടിൽ നിന്നും വേറെ താമസിക്കുന്ന മകൻ അന്ന് തറവാട്ടിൽ കഴിയുന്ന ഉപ്പാക്കും ഉമ്മാക്കും എന്തെങ്കിലും ഭക്ഷണത്തിന്റെ കാര്യങ്ങളിൽ ഏർപ്പാട് ചെയ്തു കൊടുക്കാൻ തെരഞ്ഞെടുക്കേണ്ട ഒരു ദിവസം, ഒരു വർഷത്തെ ബർക്കത്ത് അതിലൂടെ കിട്ടുന്നത്. വാപ്പായുമായും തറവാട്ടിലുണ്ട്, നല്ല സുഭിക്ഷമായ അനിയന്റെ കൂടെ ജീവിക്കുന്നുണ്ട്. എന്നാലും ആ സഹോദരന്റെ വീട്ടിലാണെങ്കിൽ പോലും വാപ്പായും ഉമ്മായും ഉള്ള ആ വീട്ടിലേക്ക്, തന്റെ ബന്ധുമിത്രാദികളുള്ള ആ വീട്ടിലേക്ക് എന്തെങ്കിലും ഭക്ഷണത്തിന്റെ സാധനം കൊണ്ടുപോയി കൊടുത്താൽ കൃത്യമായ ഹദീസിലുള്ളതാണിത്. നമുക്ക് ആ വരും വർഷത്തെ ബറക്കത്താണ് അവിടെ കിട്ടുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എല്ലാവരുടെ ശ്രദ്ധയിൽ ആ ഒരു കാര്യം വേണം. ഒരു യതീമിനെ കണ്ടെത്തി എന്തെങ്കിലും ഒരു ഹദിയ കൊടുക്കാൻ ഏറ്റവും നല്ല ഒരു ദിവസം ഏതെന്ന് ചോദിച്ചാൽ മുഹറം 10 ഒരു പ്രത്യേക പ്രോത്സാഹനം നൽകുന്നുണ്ട്. മുഹറം 10 നോമ്പുകാരനായിരിക്കുക എന്നത് തന്നെ ആ ദിവസത്തിന്റെ നന്മയുടെ പരിപൂർണതയാണ്. ഒമൻ അഹ്യാ ലൈലത അശ്റ, മുഹറം 10 രാത്രിയെ, അതായത് 9 അസ്തമിച്ച രാവിനെ ആരെങ്കിലും ഹയാത്താക്കിയാൽ ആ മനുഷ്യൻ ആകാശത്തിന്റെ 7 ആകാശത്തിന്റെ പടവുകളിൽ അള്ളാഹുവിന് നിരന്തരമായി ആരാധനകൾ സമർപ്പിക്കുന്ന മലക്കുകൾ ചെയ്യുന്ന ആരാധനയുടെ പരിഗണനയിൽ അവൻ ചെയ്ത ആരാധനകളെ അള്ളാഹു സ്വീകരിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനേറെ, വമൻ സഖാ യൗമ ആശുറാ ശുർബത മാഇൻ സഖാഹുല്ലാഹു യൗമൽ അതശുൽ അക്ബർ. മുഹറം 10 അന്ന് നോമ്പെടുത്ത ആളുടെ നോമ്പ് തുറക്ക് ഒരിറക്ക് വെള്ളം കൊടുത്തു. അല്ലെങ്കിലോ മുഹറമിന്റെ പകലിൽ ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ടുകാരനെ, ഭക്ഷണത്തിന്റെ ബുദ്ധിമുട്ടുകാരനെ ആ രീതിയിൽ സഹായിച്ച് ഒരു പട്ടിണിക്കാരനെ പരിഗണിച്ചു. എന്നാൽ ഖിയാമത്ത് നാളിൽ മഹ്ശറയുടെ കൊടും ചൂടിൽ അവന് ദാഹമില്ലാത്തവണ്ണം അള്ളാഹു അവനെ സന്തോഷിപ്പിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അത്രത്തോളം വലിയ മഹത്വങ്ങൾ ആരാധനക്ക് കൽപ്പിച്ചിട്ടുള്ളതായ ഒരു സമയമാണ്. വമൻ തസദ്ദഖ ബിസ്സദഖ, എത്രയാ പറഞ്ഞത്, ഏതെങ്കിലും ഒരു ചെറിയ സദഖ, ഒരു ചെറിയ സദഖ ഒരാള് ആ ദിവസം ചെയ്തു കഴിഞ്ഞാൽ അവന്റെ മുന്നിൽ അവന്റെ ആയുസ്സിന്റെ അറ്റം വരെ ആരൊക്കെ കൈനീട്ടി വന്നോ അവർക്ക് മുഴുവനും എത്ര കൊടുത്താലും ആ പ്രതിഫലത്തെ എത്രയായിട്ടായിരിക്കോ അള്ളാഹു പരിഗണിക്കുക. അത് മുഹറം 10 കൊടുക്കുന്ന സദഖയിലൂടെ ഒരു മനുഷ്യന് അള്ളാഹു നൽകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. രോഗസന്ദർശനം മുഹറം 10 നടത്തി കഴിഞ്ഞാൽ ആദം സന്തതികളിൽ നമുക്ക് ഈമാന്റെ ബന്ധമുള്ള സഹോദരങ്ങളോട് രോഗസന്ദർശനം നടത്തിയാൽ നമുക്ക് അങ്ങനെ ചെയ്താൽ കിട്ടാവുന്ന പ്രതിഫലം ഏതോ അത് മുഴുവനും അല്ലാഹു നൽകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എന്തിനേറെ വഹുവൽ യൗമുൽ ലദീ ഖലഖല്ലാഹു ഫീഹിൽ അർശ, അല്ലാഹുവിന്റെ അർശിനെ അവൻ പടച്ചത് മുഹറം 10, ലൗഹിനെ പടച്ചത് മുഹറം 10, ഖലമിനെ പടച്ചത് മുഹറം 10, ജിബ്രീലിനെ പടച്ചത് മുഹറം 10, ഇബ്രാഹിം നബി ജനിച്ചത് മുഹറം 10, ഈസാ നബി ഉയർത്തിയത് മുഹറം 10, സയ്യിദുനാ ആദം അലൈഹിസ്സലാം സൃഷ്ടിച്ചതും സുബ്ഹാനവൻ അന്നാണ്. അബുൽ ബശർ നബി ആദമേ എന്നാണ്. അവർക്കുള്ള തൗബ സ്വീകരിച്ചതും
അന്നാ അതുപോലെ അന്നാണ് അന്ത്യദിനവും എന്നാ ഖിയാമത്ത് നാളെ സംഭവിക്കാനും അല്ലാഹു തെരഞ്ഞെടുത്തിരിക്കുന്ന ദിവസം മുഹറം 10. ഈ പ്രപഞ്ചത്തിലെ വലിയ സൃഷ്ടിപ്പുകളും നിർമ്മാണങ്ങളൊക്കെ നടന്നത് മുഹറം 10. അപ്പോഴാണ് പിന്നെ 1500 സ്ക്വയർ ഫീറ്റിന്റെ വീടിന് മുഹറം 10 കഴിയട്ടെ. അപ്പോഴാണ് മനോഹരമായ ഒരു വീട് നിർമ്മാണത്തിന്റെ ശേഷം സന്തോഷത്തോടുകൂടെ അതിന്റെ പാലുകാച്ചൽ നടത്താൻ മുഹറം 10 കഴിയട്ടെ. ഈ ബറക്കത്തുകളൊന്നും വേണ്ട. പ്രിയപ്പെട്ട മകളുടെ കല്യാണം മുഹറം 10 കഴിയട്ടെ. ഏതെങ്കിലും ഒരു സൽക്കാരം മുഹറം 10 കഴിയട്ടെ. പുച്ഛഭാവത്തോടുകൂടെ അവഗണനയോടുകൂടെ അതിനെ മാറ്റി നിർത്തി ഷിയ ആശയങ്ങളെ ജീവിതത്തോട് ചേർക്കാൻ ശ്രമിക്കുന്ന മുസ്ലിമെ നീ ഇരുട്ടിലാ തപ്പുന്നത്. മിൻഹാ അർബഅത്തുൻ ഹുറും ദാലിക ദീനുൽ ഖയ്യിം. ഇസ്ലാമിന്റെ എക്കാലത്തെയും അചഞ്ചലമായ നിലപാട് മുഹറം 10 ആണെന്ന് പരിശുദ്ധ ഖുർആൻ. ഇതിനപ്പുറത്തേക്ക് ഒരു നന്മ എന്തിനാ നമ്മൾ തേടുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, ഷിയ ആശയങ്ങളോടുള്ളതായ നമ്മുടെ ബന്ധങ്ങൾ പലപ്പോഴും പലതിനെയും ഇങ്ങോട്ട് സ്വീകരിച്ചോടുത്ത് മുഹറമിനെ ഒരു കരിദിനമായി ഷിയാക്കൾ കൊണ്ടാടുന്നു. മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ ഷഹീദായ സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തി ഷിയ ആശയങ്ങളിൽ ഇതൊരു കരിദിനമാണ്, ഇതൊരു രക്തച്ചൊരിച്ചിലിന്റെ ദിനമാണ്. മുഹറം 10 പ്രത്യേകം സുറുമയിട അങ്ങനെയില്ല. മുഹറം 10 ഒരു കുളി അങ്ങനെയില്ല. അതൊക്കെ ഷിയാക്കളാ. പ്രത്യേകിച്ച് ഗൂഗിൾ പ്രൊമോട്ട് ചെയ്യുന്ന ഒരുപാട് സൈറ്റുകളിൽ ഷിയ ആശയങ്ങളുടെ പ്രചണ്ഡമായ പ്രചരണത്തിന് ധാരാളം ഗ്രന്ഥങ്ങൾ അവർ അഴിച്ചു വിട്ടിരിക്കാം. മുഹറം 10 വേണ്ടിയിട്ട് അങ്ങനെയല്ല. മുഹറം 10 പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് സാധാരണ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ, ഖുർആൻ പാരായണം, ദുആ, ഇങ്ങനെയുള്ളതിന് പുറമേ ഉള്ളത് ഭക്ഷണ സൽക്കാരം മാത്രം. മുഹറം 10 നോമ്പ് തുറപ്പിച്ചാൽ മുഹറം 10 ശേഷം അത് സംഭവിക്കുന്നത്. മുഹറം 9 നോമ്പ് തുറയാണ് മുഹറം 10 സംഭവിക്കുക. നോമ്പ് തുറ മഗ്‌രിബിന് ശേഷമല്ലോ. നോമ്പ് തുറ മഗ്‌രിബിന് ശേഷമാണല്ലോ. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ വഫാത്താകുമെന്ന് അള്ളാഹുവിന്റെ ഹബീബിന് നേരത്തെ അറിയായിരുന്നു. ലോകം കണ്ട ദീർഘവീക്ഷകൻ മുഹമ്മദ് നബി ഒന്നുകൂടി സയ്യിദുനാ റസൂലുള്ളാഹി നേരത്തെ അറിഞ്ഞിട്ട് തന്നെയാ അള്ളാഹുവിന്റെ മാസമെന്ന് പറഞ്ഞത്. മുഹറം 10 പൊന്നുമോന്റെ വഫാത്ത് നേരത്തെ അറിഞ്ഞിട്ട് തന്നെയാ ഇത് അള്ളാഹുവിന്റെ മാസമാ, ഇത് ബറക്കത്തുള്ള മാസമാ, ഇത് ആദരണീയ മാസമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി എന്റെ വക പറഞ്ഞതല്ല. എത്രയോ ഡസൻ കണക്കിന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. മഹാനായ ഇമാം തുബ്രാനി അവിടുത്തെ അൽ മുഅ്ജമുൽ കബീറിൽ പറയുന്ന ഹദീസ് കണ്ടോളൂ. അൻ ഉമ്മി സലമ റളിയല്ലാഹു അൻഹാ, മഹ്ദിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഹബീബായ നബിയുടെ പ്രിയപ്പെട്ട പത്നിയല്ലേ, അല്ലാഹുവിന്റെ ഹബീബ് മഹ്ദി അവരുടെ വീട്ടിൽ കഴിയുന്ന ഒരു പകലിൽ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാലിസൻ ദാത യൗമിൻ ഫീ ബൈതി. എൻ്റെ വീട്ടിൽ വന്ന് റസൂലുള്ളാഹി ഇരിക്കുക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, ഉമ്മു സലമ ലാ യദ്ഖുൽ അലയ്യ അഹദുൻ, ആര് വന്നാലും എൻ്റെ അടുക്കലേക്ക് വിടല്ലേ, എൻ്റെ ഏകാന്തതയിലേക്ക് ആരെയും പറഞ്ഞേക്കല്ലേ. ദുഃഖസാന്ദ്രമായ അവസ്ഥയിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖത്ത് സങ്കടം തളം കെട്ടി നിൽക്കാറ് വന്നാലും എൻ്റെ അടുക്കലേക്ക് വിടല്ലേ. ഞാൻ കുറെ നേരം പ്രതീക്ഷിച്ചിരുന്നു, ആരും വന്നതേയില്ല. ഒരു നിമിഷം എന്റെ ശ്രദ്ധ തെറ്റിയപ്പോൾ ഹുസൈൻ, മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്ന പൊന്നുമോൻ, ചെറിയ കുട്ടി മുറ്റത്തോടി കളിച്ചുകൊണ്ടിരിക്കുന്ന പൊന്നുമോൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഏകാന്തതയിലേക്ക് ആ റൂമിലേക്ക് കടന്നു ചെന്നു. ഹുസൈൻ വന്ന ശേഷം അല്ലാഹുവിന്റെ ഹബീബ് തേങ്ങലടിച്ച് കരയുന്ന ശബ്ദം ഞാൻ കേട്ടു, ആ വിതുമ്പൽ ഞാൻ കേട്ടു, ആ ഗദ്ഗതത്തിന്റെ അലയടികൾ ഞാൻ കേട്ടു. അല്ലാഹുവേ, റസൂലുള്ള കരയാണോ? യബ്കി ഫത്തലഅതു, ഞാൻ വാതിലിന്റെ വിടവിലൂടെ നോക്കിയപ്പോൾ ഹബീബായ നബി തങ്ങൾ കരയാ, ഹബീബായ നബി തങ്ങൾ കരയാ. ഫൈദൽ ഹുസൈൻ ഫി ഹുജ്രിഹി, മഹാനായ ഹുസൈൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ തൊട്ടടുക്കലുണ്ട്. വഹുവ യബ്കി, കരച്ചിൽ നിലക്കുന്നില്ല, എനിക്ക് കടന്നു ചെല്ലാൻ ധൈര്യമില്ല. ഹുസൈൻ കടന്നുപോയി. റസൂലുള്ള കണ്ണുനീര് തുടച്ചു. ആ മുഖത്തെ വാടല് മാറിയിട്ടില്ല, ആ മുഖം വിവർണമായി തന്നെ നിൽക്കാ. ഞാൻ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, വല്ലാഹി മാ അലിംതുഹു ഹീന ദഖല യാ റസൂലല്ലാഹ്, നബിയേ, പൊന്നുമോൻ വന്നത് ഞാൻ അറിഞ്ഞില്ല നബിയേ.
കുഞ്ഞ് വന്ന് കയറിയത് ഞാൻ അറിഞ്ഞില്ല നബിയെ, എന്തിനാണ് അങ്ങ് കരഞ്ഞത് നബിയെ? പ്രിയപ്പെട്ട ഭാര്യ ചോദിക്കാ. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഇന്ന ജിബ്രീല കാന ഫീൽ ബൈത്തി. ഉമ്മു സലമ, നമ്മുടെ വീട്ടിൽ ജിബ്രീൽ വന്നിരുന്നു. ഉമ്മു സലമ, ജിബ്രീൽ വന്നിട്ട് എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, തുഹിബ്ബുഹു, ഹുസൈനിനെ അങ്ങേക്ക് ഇഷ്ടമാണോ നബിയേ? പ്രിയപ്പെട്ട പേരക്കുട്ടിയോട് എത്ര ഇഷ്ടമുണ്ട് നബിയെ? അള്ളാഹുവിന്റെ ഹബീബ് ചിരിച്ചുപോയി ആ ചോദ്യത്തിൽ. മഹാനായ ഹുസൈൻ വന്നുകൊണ്ട് ആ കുസൃതി കുസുമത്തിന്റെ എല്ലാ വികൃതികളും കാണിക്കുകയാ. ലോകത്തിന്റെ ചക്രവർത്തി തിരുമനസ് മലർന്നു കിടക്കുമ്പോൾ ഉദരത്തിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് പ്രിയപ്പെട്ട വല്ലുപ്പയുടെ മൂക്കിൽ പിടിച്ചു കുലുക്ക, ഇടതൂർന്ന താടിരോമത്തിൽ പിടിച്ചു വലിക്ക. പൊന്നുമോന വയറിന്റെ മുകളിൽ നിന്നുകൊണ്ട് ഇരുന്നുകൊണ്ട് ഹബീബിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് മുല്ലമുട്ട് വിരിഞ്ഞ പോലെയുള്ള ചെറിയ പല്ലുകൾ ചിരിച്ചു കാണിക്ക. അപ്പോഴാ ജിബ്രീൽ ചോദിക്കായി, മോന ഇഷ്ടമാണോ നബിയെ? എനിക്ക് ഇഷ്ടമാണോ എന്നോ? ജിബ്രീൽ, മാ ഫിദ്ദുനിയാ ഫനഅം, ദുനിയാവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ മോനയാ, എനിക്ക് ഇഷ്ടാ ജിബ്രീൽ. പെട്ടെന്ന് മഹാനായ ജിബ്രീൽ അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു, ഇന്ന ഉമ്മത്തക സതഖതുലു ഹാദാ ബിഅർളിൻ യുഖാലു ലഹാ കർബല. നബിയെ, ഈ പൊന്നുമോൻ അങ്ങയുടെ സമുദായത്തിൽപ്പെട്ടവർ കർബല എന്ന് പറയുന്ന ഭൂമികയിൽ വെച്ച് നിർദാക്ഷിണ്യം കൊന്നുകളയും നബിയെ എന്ന് പറഞ്ഞിട്ട് മഹാനായ ജിബ്രീൽ ഫതനാവല ജിബ്രീൽ മിൻ തുർബത്തിഹാ. അന്ന് ഹുസൈൻ കർബലയിൽ മരിച്ചു വീഴുന്നോടത്തെ ആ മണ്ണെടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഈ മണ്ണിലായിരിക്കും ഹുസൈനിന്റെ രക്തം പുരളാ നബിയെ. അല്ലാഹുവിന്റെ ഹബീബ് വിറക്കുന്ന കയ്യോട് ആ മണ്ണ് വാങ്ങി. എന്നിട്ടോ ഉമ്മു സലമയോട് പറയാ, ഇതൊന്നും അറിയാതെ എന്റെ മുഖത്ത് നോക്കി ചിരിക്കുന്ന പൊന്നുമോന്റെ മുഖം ഞാൻ കാണുമ്പോൾ ഈ മണ്ണിലേക്ക് ഞാനൊന്ന് നോക്കിപ്പോയി. ഈ മണ്ണിലേക്ക് ഞാൻ നോക്കിയപ്പോൾ എന്റെ മകന്റെ മുഖം എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. സങ്കടം സഹിക്കാവതല്ല, ഞാൻ കരഞ്ഞു പോയതാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മക്കളെ പഠിപ്പിച്ചു കർബലയിലാ വഫാത്താവ എന്ന്, പേരമക്കളെ പഠിപ്പിച്ചു കർബലയിലാ വഫാത്താവ എന്ന്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ കണ്ണുനീര് തുടച്ചു. സുദീർഘമായ ഹദീസ് അവസാനിപ്പിക്കട്ടെ. ഇമാം തുബ്രാനിയുടെ അൽ മുഅ്ജമുൽ കബീറിൽ ഇപ്പോഴും വെളുത്ത കടലാസിൽ കറുത്ത മഷിയിൽ ഈ ഹദീസ് കാണാം. മഹാനായ ഹബീബായ നബിയുടെ പ്രിയപ്പെട്ട പേരക്കുട്ടി ഈ കഥകൾ കേട്ടെറിഞ്ഞു. അവസാനം കർബലയിലെത്തി, മരണത്തെ മണക്കുകയാ. ഇവിടെ വഫാത്താകും യസീദിന്റെ കിങ്കരന്മാർ കൊല ചെയ്യുമെന്നുറപ്പ. മരണത്തെ മണത്തെറിഞ്ഞ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു കൂടെയുള്ളവരോട് ചോദിച്ചു, ഈ ഭൂമികയുടെ പേരെന്താ? എല്ലാരും പറഞ്ഞു, ഇതാണ് കർബല, ഇതാണ് കർബല. പറഞ്ഞു, സദഖ റസൂലുള്ളാഹി, അള്ളാന്റെ ഹബീബ് അന്ന് പറഞ്ഞത് സത്യം തന്നെയാണ്. ഈ ഭൂമിയെ കുറിച്ച് അന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, കെർബും ബലാ. കെർബ് എടങ്ങേറ്, ബലാ പരീക്ഷണം. ഈ രണ്ട് വാക്ക് സമന്വയിച്ച രൂപമാണ് കെർബല. റസൂൽ അന്ന് പറഞ്ഞു ഈ ഭൂമികയെ കുറിച്ച്. ഇത് നേരത്തെ അറിഞ്ഞിട്ട് തന്നെ പറഞ്ഞു, ഷഹ്റുല്ലാഹിൽ മുഹറം, മുഹറം മാറ്റി നിർത്തപ്പെടേണ്ടതല്ല, അള്ളാഹുവിന്റെ മാസ. ആദരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ, ആദരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. അതുകൊണ്ട് വീടിന് കല്ലിടാൻ മുഹറം 10 നല്ലത്. അള്ളാഹു അർശ് പണിതതാണ്. ഷിയ ആശയങ്ങളൊക്കെ വലിച്ചെറിയാം, ഒരു മുസ്ലിമായി ജീവിക്കാം. നല്ല ദിവസങ്ങളാ മുഹറമിന്റെ ദിവസങ്ങൾ. മുഹറമിൽ നഹ്സ് എന്ന് പറയുന്നത് മുഹറം 12-നാ. മുഹറമിന്റെ എല്ലാ ദിവസങ്ങളും നല്ല ദിവസങ്ങളാ. ദിവസങ്ങളിൽ ചിലത് പ്രശ്നമുണ്ട്, അത് ശരിയാണ്, അത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ബർക്കത്ത് ഇല്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തേണ്ട, ബർക്കത്ത് ഉണ്ടെന്ന് റസൂലുള്ളാഹി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് മാറ്റി തിരുത്തി പറയൽ ഇസ്ലാമിക തത്വമല്ല. അമൽ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് സാന്ദർഭികമായി ദുആ ചെയ്യുകയാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ തമ്പുരാനെ, പാപങ്ങൾ പൊറുക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. ഒരുപാട് പേര് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണേ അല്ലാ. വസ്തു വിറ്റുപോവാൻ, അതിലൂടെ ഒരുപാട് ആവശ്യങ്ങൾ നടന്നു കാണാൻ ഒരു സഹോദരൻ പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞ് ഏൽപ്പിച്ചു. തൗഫീഖ് നൽകണേ അല്ലാ.
അതിന്റെ എല്ലാ തടസ്സങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാ. അള്ളാഹു അദ്ദേഹം വിചാരിച്ചതിനേക്കാളും അത് ഭംഗിയാക്കണേ അല്ലാ. ദുആ ചെയ്യാൻ ഒരു സഹോദരൻ 313 രൂപ, മറ്റൊരു സഹോദരൻ 101 രൂപ. വീടിന്റെ പണി തടസ്സങ്ങൾ മാറാൻ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി 100 രൂപ തൗഫീഖ് നൽകണേ അല്ലാ. അവരുടെ ഹലാലായ മുറാദുകൾ ഹസ്സലാക്കണേ അല്ലാ. വീട് പണിയുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് റബ്ബേ നീ എളുപ്പമാക്കണേ അല്ലാ. തടസ്സങ്ങൾ മാറ്റണേ അല്ലാ. മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ 10,000 രൂപ. അല്ലാഹുവേ ഒരു ജാരിയായ സദഖയായി ഖബറിടത്തിലേക്ക് ആ സദഖയുടെ പ്രതിഫലം നീ എത്തിക്കണേ അല്ലാ. ഖബറിലെ മാതാപിതാക്കൾ സന്തോഷിക്കണേ തമ്പുരാനെ, തൗഫീഖ് നൽകണേ അല്ലാ. ദുആ ചെയ്യാൻ ഒരു സഹോദരൻ 5,000 രൂപ. അല്ലാഹുവേ അവരുടെ ആവശ്യം നിറവേറ്റണേ അല്ലാ. ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണേ അല്ലാ. ഹലാലായ മുറാദ് ഹസ്സലാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ മഹല്ലിൽ രോഗികളായി കഴിയുന്ന ആളുകൾ, അതുപോലെ തന്നെ പല കുടുംബങ്ങളിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും, അതുപോലെ തന്നെ പകർച്ചവ്യാധികളടക്കം നിരന്തരമായ പനി, കുട്ടികൾക്ക് സുഖമില്ല, എല്ലാവർക്കും നീ ശിഫാ നൽകണേ അല്ലാ. ശിഫാ നൽകണേ അല്ലാ. ശിഫാ നൽകണേ അല്ലാ. ലേല വസ്തു തന്ന കുടുംബത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ അവർക്ക് നീ കച്ചവടത്തിൽ ഐശ്വര്യം നൽകണേ അല്ലാ. റഹ്മാനായ തമ്പുരാനെ, പള്ളിക്ക് ഭൂമി വാങ്ങാനും മതിൽ കെട്ടാനും ഒക്കെ പലപ്പോഴായി പലരും പലതും തന്നു. ഇനി പലരും തരേണ്ടതുണ്ട്, തരാൻ ഉദ്ദേശിക്കുന്നവരുണ്ട്. ഖൈറിന്റെ കവാടം തുറക്കണേ അല്ലാ. ഐശ്വര്യം നൽകണേ അല്ലാ. അല്ലാഹുവേ വിവാഹപ്രായമായവർക്ക് അനുയോജ്യമായ ബന്ധങ്ങളെ ചേർക്കണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകുക അല്ലാ. കടബാധ്യതകൾ നീ തന്നതല്ലേ തമ്പുരാനെ, വീട്ടിത്തരണേ റഹ്മാനെ. നമ്മളെ സഹായിക്കുന്നവരെ നീ സഹായിക്കുക അല്ലാ. സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ. റബ്ബനാ റഹംഹും കമാ റബ്ബൗനാ സഗാറ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.